ഹലോ ഗൈസ്, അപ്പോൾ ഇന്നൊരു ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. ഈ മാവിൻ്റെ റെസിപ്പി കാണിക്കാത്തത് ഒരു കാരണമുണ്ട് കേട്ടോ. ആ ടെസ്റ്റ് നമുക്ക് ലാസ്റ്റ് കാണാം. ആദ്യം നമ്മളിതാ ഇതുപോലെ കുറേ തേങ്ങാക്കുത്തുകൾ എടുക്കും കേട്ടോ. തേങ്ങാക്കുത്ത് അത്യാവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അത് കുറച്ച് നെയ്യ് വാർന്നിട്ട് ഇതുപോലെ മൂപ്പിച്ചെടുക്കണം. മൂപ്പിച്ചെടുക്കുകയെന്ന് വെച്ചാൽ ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ നമ്മളിങ്ങനെ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. എങ്കിലേ ആ ഒരു എല്ലാ ഇതും ആ ഒരു കളറായിട്ട് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണേ. അപ്പോൾ ഇതുപോലെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മളിതാ മാവിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. കൈ വിടാതെ ഇളക്കണമെന്നൊന്നുമില്ല, കാരണം മാവ് ഓൾറെഡി നമ്മൾ അടിച്ചു വെച്ചതാണല്ലോ. ആ ഒരു തേങ്ങയൊക്കെ ഒന്ന് മിക്സ് ആവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക, മാവിലോട്ട് നല്ല പോലെ മിക്സ് ആവുന്ന വരെ. അതിന് ശേഷം ഒന്നുമില്ല, നമ്മൾ ചട്ടി അടുപ്പത്ത് വെക്കണം. ഉണ്ണിയപ്പം ചട്ടി നമുക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയാവും കേട്ടോ നല്ലത്. കാരണം അതിനും ഒരു കാരണമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചട്ടിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഉണ്ണിയപ്പം ശരിയായി കിട്ടുന്നില്ല. പക്ഷേ ചില ആളുകൾ കൂടുതലും ഈ ഒരു ചട്ടി തന്നെയാണ് ഉപയോഗിക്കാറ്, ഇൻഡാലിയം. സോ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. നമ്മൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ശരിയായില്ല കേട്ടോ ഗൈസ്. കാരണം ഈ വീഡിയോയിൽ ഇപ്പോൾ കാണാം നിങ്ങൾക്ക്. നമ്മൾ ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കി കുറച്ചെത്തിയപ്പോഴേക്കും ഉണ്ണിയപ്പം റെഡി ആയില്ല. ഫുൾ പശ പോലെ ചട്ടിക്കകത്തേക്ക് അങ്ങോട്ട് ഒട്ടി പിടിച്ച് കിടക്കായിരുന്നു കേട്ടോ. അവസാനം എങ്ങനെയൊക്കെയോ മെനക്കെട്ട് നമ്മളതങ്ങ് വാരിയെടുത്തു. സംഭവം ഇങ്ങനെയൊക്കെ ആയിരുന്നുവെങ്കിലും ടേസ്റ്റ് ബേസ് നോക്കുമ്പോൾ കുഴപ്പമില്ല കേട്ടോ. മാവൊക്കെ ഉഷാറായിരുന്നു. ചട്ടിയുടെ കുഴപ്പമാണോ മാവിൻ്റെ കുഴപ്പമാണോ എന്നറിയില്ല. എന്നാലും ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെ കഴിക്കാനാണെങ്കിലും. ഞങ്ങൾ ഈ പ്ലേറ്റ് അങ്ങ് കാലിയാക്കി കേട്ടോ. ഞങ്ങൾക്ക് എന്ത് കിട്ടിയാലും തിന്നും. ടേസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയാലും തിന്നാലോ. അപ്പോൾ ഓക്കെ, ബൈ.